ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി വീണ്ടും നീട്ടി. ജനുവരി 21 വരെ അറസ്റ്റ് പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം അതിജീവിതയെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്. നേരത്തെ ഈ ലൈംഗികാരോപണം പരസ്പര സമ്മതത്തോടുള്ള ലൈംഗിക ബന്ധമാണെന്നും ഗർഭചിത്രത്തെക്കുറിച്ച് തനിക്ക് അറിവില്ലെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇതിന് പിന്നാലെയാണ് തൻ്റെ വാദവും തൻ്റെ ഭാഗവും കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിജീവിതയെ കക്ഷി ചേർക്കാനുള്ള തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ജനുവരി 21 വരെയും അറസ്റ്റ് പാടില്ലെന്ന നിർദ്ദേശമുണ്ട്, അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ അതിജീവിതയുടെ ഭാഗം കൂടി കേൾക്കാൻ വേണ്ടിയാണോ? കാരണം സത്യവാങ്മൂലം ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടല്ലോ. ഇത് മൂന്നാം തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണ് നോട്ട് ടു അറസ്റ്റ്, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യരുത്, ഇതിൽ വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കണം, രാഹുൽ മാങ്കൂട്ടൻ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടോ എന്ന് കൂടുതൽ വ്യക്തത വരണം എന്നുകൂടി ഹൈക്കോടതി പറയുകയും അതിനെ തുടർന്ന് ഇതിന്റെ വിശദമായ വാദത്തിന് ശേഷം മാത്രമേ കടുത്ത നടപടികളിലേക്ക് പോകാവൂ എന്നൊരു ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് എന്തായാലും അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് വലിയൊരു ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച്. ഇന്ന് ഹർജി പരിഗണിക്കുമ്പോഴും ഇന്ന് വിശദമായിട്ടുള്ളൊരു വാദത്തിനായിരുന്നു ഇന്നും സാധ്യതയുള്ളത്. അതിനുശേഷം ഇന്ന് തന്നെ വിധി പറയുമോ എന്നതായിരുന്നു ഏറെ ഉറ്റുനോക്കിയത്. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഹൈക്കോടതിയിൽ തന്നെ കൂടി കക്ഷി ചേർക്കണം, ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ കൂടി കേൾക്കണം, തന്നെ കൂടി കക്ഷി ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ അതിജീവിതയെ കൂടി ഹൈക്കോടതി കക്ഷി ചേർത്തിരിക്കുകയാണ്. തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നാണ് അതിജീവിതയും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചത്തെ സമയമാണ് അതിജീവിതയ്ക്ക് കോടതി നൽകിയിരിക്കുന്നത്. ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് സത്യവാങ്മൂലം നൽകുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി കോടതി 21-ാം തീയതി ഹർജി വീണ്ടും പരിഗണിക്കുമ്പോഴായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് കോടതി കേൾക്കുക. അന്ന് വിശദമായിട്ടുള്ളൊരു വാദം തന്നെയായിരിക്കും നടക്കുക. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് ലഭിക്കുന്നത്. 21 വരെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ്. ഇതിൽ അതിജീവിത ഇന്നലെ നൽകിയ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ വലിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലികളും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചില ആളുകളുമാണ് തനിക്കെതിരെ വലിയ സൈബർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ തനിക്ക് ചില തെളിവുകളടക്കം നൽകാനുണ്ടെന്ന് കൂടി കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട്. അതിൽ ഒപ്പം ഈ രാഹുൽ മാങ്കൂട്ടം പ്രധാനമായും പറയുന്നത് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം ഈ യുവതിയുമായി തനിക്കുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ്. അതിൽ ഒരു കാരണവശാലും ബലാത്സംഗം കേസ് നിലനിൽക്കുകയില്ല. അതോടൊപ്പം നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നതും തെറ്റാണ്. അങ്ങനെ അത് നിർബന്ധിച്ചിട്ടല്ല നടത്തിയതെന്നതിന്റെ തെളിവുകളും തന്റെ പക്കലുണ്ടെന്നാണ് രാഹുൽ മാങ്കൂട്ടം തുടക്കം മുതൽ തന്നെ പറയുന്നത്. ഇതിന്റെ തെളിവുകളടക്കം നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. എന്തായാലും 21-ാം തീയതി വരെ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതുവരെ അറസ്റ്റ് ഉണ്ടാകില്ല. വിശദമായ വാദത്തിന് ശേഷം ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് നിർണായകം. തീർച്ചയായും നവമി, അതോടൊപ്പം ഈ കേസിൽ ഈ യുവതിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ കുടുംബജീവിതം തകർത്തു, മാത്രമല്ല ഇരുവരും തങ്ങൾ തമ്മിലുള്ള കുടുംബജീവിതത്തിൽ ചെറിയ സൗന്ദര്യ പിണക്കം അത് പരിഹരിക്കാനെന്ന പേരിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നോട് സംസാരിച്ചില്ല. പക്ഷെ അതിൻ്റെ മറവിലാണ് ഈ പെൺകുട്ടിയുമായി അടുത്തത്, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തത്, ആ ഗർഭം തൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ മുഖ്യമന്ത്രിക്കും DGPക്കും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ഇന്നലെ കൊച്ചിയിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ യുവാവ് പരിഭവം പങ്കുവച്ചിരുന്നു. മാത്രമല്ല കോൺഗ്രസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പദവിയിൽ തുടരുന്നു. ആ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ
പെൺകുട്ടിയുമായി അടുത്തത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും ആ യുവാവിൻ്റെ തീരുമാനമെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, എന്തായാലും ഇന്നലെയും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിജീവിതയുടെ ഭർത്താവ് അത് ആവർത്തിക്കുകയായിരുന്നു. ടോം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെയും തൻ്റെ പേരും തൻ്റെ കുടുംബവും ഒക്കെ ഇതിലേക്ക് പൊതു മധ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ കേസും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കടക്കുന്നത്. തൻ്റെ കുടുംബവും തനിക്കുമൊക്കെ വളരെ വേദനയുണ്ട്. അതോടൊപ്പം ഈ യുവതി ഈ അതിജീവിതയുമായി വിവാഹം കഴിഞ്ഞ് തങ്ങൾക്കിടയിലുള്ള പ്രശ്നം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നതും പിന്നീടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതും. അപ്പോഴും രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിളിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയോ ഒന്നും തന്നെ ചെയ്തില്ല. പകരം തന്റെ കുടുംബജീവിതം തകർക്കുന്ന തരത്തിലേക്ക് മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടം കടന്നതെന്നാണ് അതിജീവിതയുടെ ഭർത്താവ് പറയുന്നത്. തനിക്ക് തന്നെ വളരെ മോശമാകുന്ന രീതിയിലേക്ക് തന്നെ പൊതുമധ്യത്തിൽ തന്നെ നിർത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുകൂടി അതിജീവിതയുടെ ഭർത്താവ് പറയുന്നുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും അവർ കേസെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം കൂടി പറയുന്നു. എന്തായാലും കൂടുതൽ തുടർ നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ ഭർത്താവും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത്, അല്ലെങ്കിൽ എന്താണ് പോലീസിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ അടുത്ത നീക്കമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്തായാലും മുൻകൂർ ജാമ്യം കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുക. പക്ഷേ അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതിയിൽ കേസെടുക്കാത്തത് എന്ത് എന്നതിൽ ഒരു വ്യക്തതയും കൈവന്നിട്ടുമില്ല. തുടർ നടപടികൾ കടക്കാൻ തന്നെയാണ് അതിജീവിതയുടെ ഭർത്താവും തീരുമാനിച്ചത്. തീർച്ചയായും നവമി, ഈ കേസ് ഇനി പരിഗണിക്കുന്ന ഈ മാസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് അതിജീവിതയുടെ ഭാഗം കേൾക്കും. സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ട്. അത് വിശദമായ വാദം കേട്ട ശേഷം മാത്രമായിരിക്കും കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയുള്ളൂ എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോഴും വിധി ഉണ്ടാകാനുള്ള, അതായത് ജാമ്യാപേക്ഷമേൽ കോടതി വിധി പറയാനുള്ള സാധ്യത കുറവായിരിക്കും അല്ലേ? ടോം, എന്തായാലും അടുത്ത ഹൈക്കോടതിയുടെ നീക്കം ഇത് വിശദമായിട്ടുള്ളൊരു വാദം കേൾക്കുക എന്നത് തന്നെയാണ്. ആദ്യം ഈ തിരുവനന്തപുരത്തെ കോടതിയിൽ നിന്നും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. ആ സമയത്ത് തന്നെ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിൽ പോലും രാഹുൽ അപ്പോഴേക്കും കേരളം വിട്ടിരുന്നു. കർണാടകയിൽ ഒളിവിലായിരുന്നു. പിന്നീട് അവിടെ നിന്നുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യത്തെ പ്രാവശ്യം ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന ഹർജിയിൽ അല്ലെങ്കിൽ സമർപ്പിച്ചിരിക്കുന്ന തെളിവുകളിൽ ചില ഗൗരവകരമായിട്ടുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ഒരു ബലാത്സംഗമായി കണക്കാക്കില്ല എന്ന നേരത്തെയും പല കേസുകളിലും കോടതി പരാമർശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തെ കൂടി വിശദമായി കേൾക്കേണ്ടതുണ്ടെന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ തവണയും ഹർജികൾ മാറ്റിവെക്കുകയായിരുന്നു. അതിനിടയിലാണ് തന്നെ കൂടി കേൾക്കണമെന്ന് അതിജീവിത പറയുകയും അതിനെ അതിജീവിതയെ കൂടി കേസിലെ കക്ഷിയാക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തത്. ഇനി അടുത്ത ഘട്ടത്തിൽ, അതായത് 21-ാം തീയതി ഹർജി പരിഗണിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താണോ പറയാനുള്ളത് അതും കോടതി കേൾക്കും. അത് രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച തെളിവുകളും കോടതി പരിശോധിക്കും. അതോടൊപ്പം അതിജീവിതയ്ക്ക് എന്താണ് പറയാനുള്ളത്, അത് രാഹുലിനെതിരെ തന്റെ പക്കൽ തെളിവുകളുണ്ട്, മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകരുത് എന്നാണ് അതിജീവിത പറയുന്നത്. അതിന്റെ ആവശ്യം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള തെളിവുകളും അതിജീവിത കോടതിയിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും കോടതി അടുത്ത നടപടി, അതായത് മുൻകൂർ ജാമ്യം നിഷേധിക്കുമോ അതോ മുൻകൂർ ജാമ്യം അനുവദിക്കുമോ എന്നതിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. എന്തായാലും കോടതി നടപടികളാണ്, നമുക്ക് ഒരു കൃത്യസമയം പറയാൻ കഴിയില്ല. അടുത്ത ഹർജി പരിഗണിക്കുമ്പോൾ 21-ാം തീയതി വിശദമായിട്ടുള്ളൊരു വാദത്തിനാണ് സാധ്യതയും. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നോക്കിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.